ഡോക്ടർക്ക് ആ കയ്യടി അത്ര മതിയായി തോന്നുന്നില്ല. ഡോക്ടർ പോകുന്നതിന് മുമ്പ് ഈ മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ചു നേരം ഉണ്ടാവും. ആർക്കെങ്കിലും സ്പെഷ്യൽ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറായിട്ട് ബന്ധപ്പെടാനാണ്. ചുരുങ്ങിയ സമയത്തേക്കുള്ള ഫ്ലൈറ്റ് നിർത്തിയിട്ടാണ് വന്നത്. ഞാൻ സാധാരണ ഒരു പേഷ്യന്റ് നോക്കുന്നത് ഓരോരുത്തരെയായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. അവർക്ക് ഫീസ് ഒരു 3 പേരും കൂടെ വന്ന ഒറ്റ ഫീസ് മതി എന്നുള്ളതിലാണ്. ഓക്കെ. സാരമില്ല, കുഴപ്പമില്ല. ഓക്കെ. എന്താ വരുന്നേ? എവിടുന്നാ വരുന്നേ? തമിഴ്നാട്. എന്താ പേര്? സാറാമാസ്. സാറാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവര് മക്കളാണ്. മക്കള് ഭർത്താവ് ഇവിടെ പോയി വീട്ടിലുണ്ട്. ഇവിടെ ജോലി എന്തുവാ? ശരി. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ നേരത്തെ 12:30 കാപ്പി കൊടുത്താൽ നോർത്ത് വെള്ളം കാണാൻ. ചെറിയ രോഗമാ. പിന്നെ വൈകിട്ടത്തെ ഡിന്നർ കൊടുക്കേണ്ടത് 7:30. ഇതൊന്ന് മാറ്റിയെടുക്കാൻ ഓക്കെ, അത് പറയാം. പക്ഷെ നിങ്ങളുടെ വിഷയം എന്തുവാ? നിങ്ങൾ എന്തിനാ വന്നേ? കണ്ണിന്. ഓക്കെ. കണ്ണിന് കൃഷ്ണമണിയൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ. ചർച്ചിലെ മാഷ് പ്രാർത്ഥിക്കാൻ പറയും. 25 പേര് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒറ്റ വന്നിട്ടാണ് അതിനൊരു മരുന്ന്. ആദ്യം നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം ഇല്ലേ? ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 6-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരിയുടെ കണ്ണില് കരട് നോക്കുന്നുണ്ടോ? അങ്ങനെ നോക്കുന്നുണ്ടോ? സ്വന്തം കണ്ണിലെ വേണം നോക്കാനുണ്ട്. ഓക്കെ, അതൊരു പ്രോബ്ലമാണ് നിങ്ങൾക്ക്. രണ്ടാമത് വായിക്കുന്ന മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ, കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായി, കണ്ണ് ചൊവ്വില്ലെങ്കിൽ ഇരുട്ടായിരിക്കും. ഓക്കെ. അതുകൊണ്ട് ഈ കണ്ണിന് ഒരു മരുന്ന് ഞാൻ തരാം, അത് വാങ്ങി ഒഴിച്ചാൽ മതി. അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, അവിടെ വാങ്ങി അത് ഒഴിച്ചു. ഓക്കെ. വേറെ എന്താ പ്രശ്നമുള്ളത്?
പിള്ളേരെല്ലാം ഇപ്പോഴും അവസാനിക്കും. ആ പിന്നെ നമ്മള് ആ ഫോണിൽ ആ ഓ അതിന് വേണ്ടിയിട്ട് അതിനിടയ്ക്ക് പിന്നെ പോകും. ആ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുത്താൽ എന്തേലും ഒരു ആ യൂറിൻ പാസ് ചെയ്യാണ്ട് പോകുന്നത് പിള്ളേരുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന് തത്സമയം ഒരു മരുന്ന് തരാം. അത് ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ ഒരു സർജറി സർജറി ചെയ്താൽ പിന്നെ ഇവർക്ക് ഭാവിയിൽ വലിയ ഇവരുടെ സർജറി ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഒരു സർജറി പിന്നെ ചെയ്യാം. തത്സമയത്തേക്ക് ഞാൻ ഒരു മരുന്ന് തരാം. ഓക്കെ, അത് മരുന്ന് എഴുതാം, മരുന്ന് തരാം. ഓക്കെ, പിന്നെ വാങ്ങിട്ട് പോകും കേട്ടോ. അല്ല, മരുന്ന് വാങ്ങിക്കണം. ഓക്കെ, ഓക്കെ, കഴിഞ്ഞോ? നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞോ? ആ, നിങ്ങളുടെ ഭർത്താവിന്റെ പേര് കിട്ടിയ പേര് എന്തുവാ? ആ, നല്ല മനുഷ്യനാണോ? ആ ആ, എന്താ പുള്ളിക്കുള്ള പ്രോബ്ലം? എന്താ പ്രശ്നം? ഇങ്കോ സാധാരണ ആണുങ്ങൾക്കൊക്കെ അങ്ങനെ കാണും. ആ ആ. ഓ ഇങ്ങോട്ട് പുള്ളിയെ മിക്കവാറും ഈ ടൗണിലൊക്കെ കാണുമല്ലോ. അധിക ഉയരമില്ലാത്തൊരു മനുഷ്യൻ, സ്പീഡിൽ നടക്കുന്ന ഒരു മനുഷ്യൻ, അതാണോ? ആ അങ്ങനെ, പക്ഷെ പുള്ളിയെ കണ്ടിട്ട് നല്ലൊരു മനുഷ്യനല്ലോ. ആ ആ ഓക്കെ, ഇവിടെ ആ കണ്ണുള്ള മരുന്ന് ഇതെല്ലാം വാങ്ങിച്ചു. ഓക്കെ, പിന്നെ ഇത് നിങ്ങളുടെ മക്കളാണ്. ആ മക്കൾ, ആ എന്താ പേരെന്തുവാ? ദീനാമ്മ, നല്ല പേരാണല്ലോ. ആ ഓക്കെ, ദീനാമ്മയ്ക്ക് എന്താ പ്രോബ്ലം? എന്താ പ്രശ്നം? ആ ആ ആ ആ ആ ഓ ഉപദേശം കേട്ടാൽ ചെവി കൂടി ഇറങ്ങിപ്പോകും. ആ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പം ബൈബിളിൽ അതിനുണ്ട്, യാക്കോബ് ലേഖനം പറയുന്നു, കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും ഉണ്ടായി. പക്ഷെ അതൊന്നും കേൾക്കത്തില്ലല്ലോ, ഇതുവരെ ഇറങ്ങിപ്പോകുമല്ലേ. ആ അപ്പൊ ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും എന്തെങ്കിലും കുറ്റമോ വല്ലതും പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കേൾക്കും. കുഴപ്പമില്ല, രണ്ട് ചെവി കൂടി കേൾക്കും. ആ പിന്നെ ചിലർക്ക് അങ്ങനെ, ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. കുറ്റം പറയുന്നത് കേൾക്കും, ആ എന്തെങ്കിലും പരദൂഷണം പറയുന്നത് കേൾക്കും, ആ അമ്മായിയമ്മയുടെ കുറ്റം പറഞ്ഞാൽ അത് നല്ലതുപോലെ കേൾക്കും. ഓക്കെ ഓക്കെ. ഈ രണ്ട് ചെവി കൂടെ കേൾക്കും. പക്ഷെ വചനം മാത്രം ആ ഒരു ചെവി കൂടെ കേൾക്കും. ആ യെശയ്യാപ്രവചനം 6:10 പറയുന്നു, ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ ചെയ്യാതെ ഹൃദയത്തെ തടിപ്പിച്ച് ചെവി മന്ദമാക്കുന്ന ഒരവസ്ഥ അത് വരും. അതിന് പ്രത്യേക മരുന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് പ്രത്യേകമായ ഒരു മരുന്നുണ്ട്. അത് കാൽവറി മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അതെല്ലാ മെഡിക്കൽ സ്റ്റോറും അല്ല, അത് കൂടുതലൂർ ഒന്നേ ഉണ്ട്, കാൽവറി മെഡിക്കൽ സ്റ്റോർ. അവിടെ പോയെന്നാൽ അതിനുള്ളതായിരിക്കുന്ന മരുന്ന്. അപ്പൊ ആ മരുന്ന് കഴിച്ചാലേ ആ ഈ കുറ്റവും കുറവൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റുമോ? അതിന് കുറ്റവും കുറവും ഒക്കെ കേൾക്കണമെങ്കിൽ സാധാരണ റെഗുലറായിട്ട് നിങ്ങൾ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടോ? ചർച്ചിലൊക്കെ പോകാറുണ്ടോ? ഞായറാഴ്ച ക്രിസ്ത്യനായിട്ടൊന്നും പോകാറില്ല. ഞായറാഴ്ച രാവിലെ ക്രിസ്ത്യനായിട്ട് ചിലപ്പോഴൊക്കെ പോകുള്ളൂ. ആ അതാ പ്രശ്നം. ചർച്ചിലെ മീറ്റിങ്ങുകൾക്കെല്ലാം നിങ്ങൾ പോകണം. ചർച്ചിലെ മീറ്റിങ്ങുകൾക്ക് പോകണം, ലേഡീസ് മീറ്റിങ്ങിന് പോകണം, അതുപോലെ തന്നെ എല്ലാത്തിനും ആക്റ്റീവ് ആയിരിക്കും. മീറ്റിംഗ് ഉള്ള ദിവസം എന്റെ ഭർത്താവിന്റെ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉഗാണ്ടേ? പുള്ളി എങ്ങനെ ഉണ്ട്? പുള്ളിയുടെ സ്വഭാവത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറ്റി വെക്കുക.
ഓക്കെ. അമ്മയ്ക്ക് മോക്കും പ്രോബ്ലം. ഓക്കെ. അങ്ങനെ അമ്മയെ കണ്ടല്ലേ ഞങ്ങളൊക്കെ പഠിക്കുന്നത്. ശരി, പുള്ളി വരുമ്പോ എന്നെ ഒന്ന് വന്ന് കാണാൻ പറ. ഞാൻ പുള്ളി കുറച്ച് ഉപദേശവും ഒരു കൗൺസിലിംഗ്. ഇനി ഇങ്ങോട്ട് വരാതിരിക്കാനാ സാറേ ഞാൻ നോക്കുന്നത്. വരണ്ടെന്നു കുടുംബ പ്രശ്നവും മൊത്തം പ്രശ്നമാണ്. മൊത്തം പ്രശ്നം, ആകെ മൊത്തം ടോട്ടൽ പ്രശ്നം. കൗൺസിലിംഗ് ആദ്യം അമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ്. നിങ്ങളെ ഓർക്കും അമ്മയ്ക്ക് അല്ല വിഷമം. അല്ല ഡോക്ടറെ, ആദ്യം അമ്മയ്ക്ക് ഒരു കൗൺസിൽ കൊടുത്തിട്ട് ഒരു നേരെയാകുമ്പോ നോക്കാം. അമ്മയ്ക്ക് പ്രോബ്ലം ഉണ്ട്. അമ്മയ്ക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഞങ്ങൾക്ക് മാത്രമല്ല സാറേ, പിന്നെ ഞങ്ങളുടെ ചർച്ചിൽ കുറച്ച് പേരുണ്ട്. ആ അവർക്ക് ഇങ്ങോട്ട് വരാൻ സമയം ആ ഭയങ്കര തിരക്കാണ്. ആ അവർക്ക് മരുന്ന് എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ ചർച്ചിൽ വരാനായിട്ട് ചർച്ചിൽ വരുന്ന കുറച്ച് പേർക്ക് ഇങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, തിരക്കുള്ളവരാണ്. അപ്പൊ അവർക്ക് ഒരു മരുന്ന് എഴുതുന്ന പിന്നെ എല്ലാത്തിനും മരുന്നുണ്ട്. കൺസൾട്ടേഷൻ ഫീസിൽ ഇതെല്ലാം തീരണം. സെക്രട്ടറി ഉണ്ട്, പുള്ളിയുടെ പേര് റിനോജ്. സെക്രട്ടറിയാ? നിങ്ങളുടെ സഭയുടെ സെക്രട്ടറിയാ? സെക്രട്ടറി വലിയ പുള്ളിയാണേ, വലിയ പുള്ളിയാ ഞങ്ങളുടെ നാട്ടിലെ. അപ്പൊ ആ പുള്ളിക്ക് ആരാധനയ്ക്ക് വരാൻ പോലും നേരെ ഇല്ല. പിന്നെ ഭാര്യയും അമ്മയും പേടിച്ചിട്ട് വരുന്നത്. വന്നാത്തന്നെ ഒരു പ്രശ്നമുണ്ട്. പുള്ളിയാണ് ഞങ്ങളുടെ ചർച്ചില് ലാപ്ടോപ്പ് കൈകാര്യം ചെയ്യുന്നത്. ചർച്ചിൽ വലിയ ടി വി ഉണ്ട്, ആണെങ്കിൽ വൈഫൈ കണക്ഷനും ഉണ്ട്. അപ്പൊ പുള്ളി ആരാധന സമയം മുഴുവൻ ഈ ലാപ്ടോപ്പിൽ ആരാധന ശ്രദ്ധിക്കാറ് പോലും ഇല്ല. ഏത് സമയം ലാപ്ടോപ്പിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയത്തില്ല, റീൽസ് കാണുവാണോ നമുക്കറിയത്തില്ല. അപ്പൊ പുള്ളിയെ നേരെയാക്കാൻ എന്തെങ്കിലും മാർഗം അറിയാമോ? പുള്ളിക്ക് കൊടുക്കാനുള്ള പ്രത്യേക മരുന്നുണ്ട്. ഭാര്യ ഏൽപ്പിക്കുന്നത് നമ്മൾ ആ മരുന്ന് രാവിലെ വൈകിട്ടും 3 ദിവസം 2 നേരം കൊടുക്കുക. ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കിനും വല്ല എന്തേലും എടുത്ത് അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്ത് കഴിച്ചിട്ടും ഗുണമില്ലെങ്കിൽ ഒരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പിടിച്ചിരുത്തുക കേട്ടോ. അങ്ങനെ നോക്കേ. നല്ല പാസ്റ്ററെ നിങ്ങൾ വരുന്നത്, നല്ലൊരു പാസ്റ്റർ പ്രവാചകനെ വരുത്തി അവിടെ ഒരു കല്ല് വിളിച്ച്. അപ്പൊ പിന്നെ ആ ലാപ്ടോപ്പിന്റെ പ്രശ്നം പുള്ളിയുടെ വേറൊരു സെക്രട്ടറി ഉണ്ട്, യൂത്ത് വിങ് ഉണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. യൂത്തിന്റെ CA എന്ന് പറയും, CA, അതിന്റെ ഒരു സെക്രട്ടറി ഉണ്ട്. ആ പുള്ളിയാണെങ്കിൽ ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ കരളാണ്. പക്ഷെ പുള്ളിക്ക് ആകെ പ്രശ്നമാണ്. പുള്ളിക്ക് എന്താ പ്രശ്നം വെച്ചാൽ ആരാധനയ്ക്കിരിക്കുമ്പോ ഉറങ്ങും. വേറൊരു പ്രശ്നമുണ്ട്. പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് മേടിക്കാൻ വേണ്ടി പോകും. പുള്ളിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഇപ്പൊ വൈഫൈ കണക്ഷൻ എടുത്തതിന്റെ പിന്നിൽ പുള്ളിയാണ് മെയിൻ. അതുകൊണ്ട് ഞങ്ങളുടെ പിള്ളേരെല്ലാം വഴിതെറ്റി പോയി. ചർച്ച വന്നാൽ പിള്ളേരുടെ ചർച്ചിന്റെ മേലെ കയറിയിരിക്കും. എന്തെങ്കിലും പ്രോഗ്രാമിന് വന്നാൽ റൂമിന്റെ ചർച്ചിന്റെ മൂലയ്ക്ക് പോയിട്ട് പായിട്ട് മറിച്ച് അവിടെ ഇരിക്കും. അവരെല്ലാം സെക്രട്ടറിക്ക് മരുന്ന് കൊടുത്ത് ഇതെല്ലാം ശരിയാക്കും. അതിന് മരുന്നില്ല, അതിന് നല്ലൊരു ചൂരപടി ശരി 2 കൊടുത്താലേ അത് ശരിയായി. അത് പാസ്റ്ററോട് പറയണം. പാസ്റ്ററോട് പറയാം. പാസ്റ്ററോട് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ കേട്ടോ, ഞാൻ മരുന്ന് തരാം. അത് അത്യാവശ്യം. പിന്നെ വേറൊരാളുണ്ട് പാസ്റ്ററെ, പുള്ളി ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. പുള്ളി ഒത്തിരി ഈ യുവജനങ്ങളെ നല്ല വഴിക്ക് നടത്തുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ ചങ്കാ. പക്ഷേ പുള്ളി ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറല്ല, കൗൺസിലിംഗിലെ ഡോക്ടർ. ഭയങ്കര ഡോക്ടറാണ്. ഫേസ്ബുക്കിൽ കാണാം, ഭയങ്കര അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ വഴിതെറ്റിപ്പോയവരെ നല്ല വഴിയിലേക്ക് നയിക്കുക. പക്ഷെ പുള്ളി വഴിതെറ്റി പോയാലോ ഞങ്ങൾക്കൊരു സംശയം. അപ്പൊ പുള്ളി വഴിതെറ്റി പോകാതിരിക്കാൻ പുള്ളിക്കൊരു മരുന്ന് സുജിത്ത്. പുള്ളി എല്ലാവരെയും നേർവഴിക്കാക്കുന്നയാള്, ചെറുപ്പക്കാരെ. പക്ഷെ പുള്ളി വഴിതെറ്റി പോകാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം പുള്ളി ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരനാണ്. അതുകൊണ്ട് അതിനൊരു ഒറ്റമൂലി മരുന്ന് പുള്ളി വഴിതെറ്റി പോകാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ ഇതാക്കാൻ. ഒറ്റമൂലി മരുന്ന് തരാം. ഇനി എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം ആകമൊത്തം ടോട്ടല് പ്രശ്നമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇത്ര പറയുന്നു. നിങ്ങളുടെ ബ്രദറാണിത് അല്ലേ? എന്റെ ബ്രദറാണ്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. കല്യാണവും കഴിച്ചില്ല? പുള്ളി കെട്ടേണ്ട ആവശ്യമില്ല, കെട്ടിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലെല്ലാം. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 45. ഇപ്പോഴത്തെ പ്രശ്നം ഇതാ, 45 വയസ്സ് കല്യാണം കഴിക്കത്തില്ല. കല്യാണം കഴിപ്പിച്ചൊക്കെ ഞങ്ങളുടെ
ഡോക്ടറെ ഞങ്ങള് വീട്ടിൽ പണിയൊക്കെ ചെയ്യും, തൂത്തുവാരും, തുണി അലക്കും, പാചകം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പുള്ളിയെ കഴിപ്പിക്കണ്ടെന്നുള്ള താല്പര്യമുണ്ട്. വീട്ടിൽ പണി പിന്നെ ഒരു പണി ചെയ്യാൻ വേറൊരാളുടെ ആവശ്യമില്ലല്ലോ. അമേരിക്കയിലൊക്കെ ഒത്തിരി പിള്ളേർ കല്യാണം കഴിക്കുന്നു, അവർക്ക് ഫ്രീ ആയിട്ട് നടക്കണം, അങ്ങനെ വല്ല താല്പര്യമാണോ? എന്താ പേരെന്തുവാ? പേര് ബർണബാസ്. ബർണബാസ്. ബർണബാസ് ബൈബിളിൽ നല്ലൊരു പേരാ. പക്ഷെ അത് കല്യാണവും കഴിച്ചില്ല, കുടുംബജീവിതമൊക്കെ വേണം, നമുക്ക് നല്ല നല്ല വേണം പോകാനായിട്ട്, ജീവിക്കണം. ഓക്കെ. പഴയ പേര് വേറെയാ സാറേ, ശങ്കരൻ. ശങ്കരൻ. ഓ, നിങ്ങള് ഹൈന്ദവ ഇതിൽ നിന്ന് വന്നതല്ലേ? ശങ്കരൻ. ശങ്കരൻ ഇപ്പോൾ ബർണബാസ്. പേര് നല്ലതാണ്, ഇട്ട ബാസ് നല്ല പേര് ഇട്ടത്. പക്ഷെ ജീവിതം അതുപോലെ വേണമല്ലോ. നിങ്ങൾക്ക് എന്തോ പ്രശ്നം എന്തുവാ? നിങ്ങൾക്ക് പ്രശ്നം ഹൃദയത്തിന്. ഹൃദയത്തിന് ബൈബിളിൽ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം കാപഠ്യമുള്ളതാണ്. അപ്പൊ ഹൃദയം വളരെ നന്നായി കാര്യങ്ങൾ ക്രമീകരിച്ച് ബുദ്ധിയോടും വിവേകത്തോടും കൂടി മുൻപോട്ട് പോകണം. മാത്രമല്ല നിങ്ങൾക്കൊരു ഹാർട്ടിന് എന്തോ ചങ്കിന് ഇടിപ്പുണ്ടോ? വേദന, പിന്നെ സർജറി ഒക്കെ വേണ്ടി വരും. മനസ്സിലായോ? സർജറി ഒക്കെ ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്യും കേട്ടോ. ഒറ്റ മിനിറ്റും കൊണ്ട് സർജറി എടുത്ത് ഹാർട്ട് എടുത്ത് മാറ്റി വേറെ ഒറ്റ മിനിറ്റ് കൊണ്ട്. അത്രയും കഴിവുള്ള ആളാണ് ഞാൻ. പൈസ ഇല്ല. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേറെ കുറെ സംശയം ചോദിക്കാം. കഷണ്ടിക്ക് മരുന്നുണ്ടോ സാറേ? കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല. കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല. പക്ഷെ അതിനെ അവർക്ക് അവരെ നമുക്ക് റെഡിയാ. പക്ഷെ അത് എത്ര വന്നാലും കഷണ്ടിക്ക് മുടിയൊന്നും വരത്തില്ല. കഷണ്ടിക്ക് ആരാ അത്? ഞങ്ങളുടെ ചർച്ചില് പേര് സുന്ദരനായ ഒരു അച്ചാന, പക്ഷെ കഷണ്ടിയാണ്. അതാണ് ഞങ്ങളുടെ വിഷമം. സുന്ദരന് മുടിയൊക്കെ വേണം, സുന്ദരന്മാർ അല്ലേ? മുടിയൊക്കെ വേണം, നന്നായിരിക്കണം. പല്ലിന് വല്ല മരുന്നുണ്ടോ? പല്ലിന് അതാർക്കാ? അത് പല്ല് കൊഴിഞ്ഞൊരു സിംഹമുണ്ട് ഞങ്ങളുടെ ചർച്ചില്. ഇപ്പൊ ഒറ്റ പല്ലേ ഉള്ളൂ. അപ്പൊ പല്ല് വെക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തിനാ ഒത്തിരി പല്ല്? ഒരു പല്ല് കൊണ്ട് തന്നെ ഞങ്ങളുടെ ചർച്ചിലെ മൂപ്പനാ. ഓ, ചർച്ചിലെ നിങ്ങളുടെ 3 പേര് വന്നിട്ട് 8 പേരുടെ രോഗപരിതാപം. ഇതെല്ലാം കൂടെ ഒറ്റ ഫീസിൽ ഒതുക്കാനാ നിങ്ങളുടെ നോട്ടം, ഇല്ലേ? ഫീസ് കൂടും കേട്ടോ ഡോക്ടറെ. ഒരു വല്ലാത്ത വിഷമം കൂടെ, ഒരു മാർത്തയുണ്ട് ഞങ്ങളുടെ ചർച്ചില്. എപ്പോഴും വിഷമ. കാരണം അടുക്കളപ്പണി ഫുള്ള് ആ മാർത്തയാ ചെയ്യുന്നത്. മറിയാണെങ്കിൽ പെണ്ണാണോ? മാർത്ത ആണാ? പുരുഷനാ. അതാണ് ഞാൻ കേട്ടിരിക്കുന്ന മാർത്ത പെണ്ണാണോ? ഈ മാർത്ത പുരുഷനാ. കാരണം മറിയാണെങ്കിൽ എന്താ നല്ലൊരു അംശം തെരഞ്ഞെടുത്ത് അരീക്കോട് ജോലിക്ക് കടന്നുപോയി. അപ്പൊ മാർത്ത ഇപ്പൊ ആണെങ്കിൽ ഫുൾ അടുക്കളപ്പണി എല്ലാം മാർത്ത ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും പരാതിയാണ്, പലതിനെ ചൊല്ലി വിലപിച്ച് മനം കലങ്ങി. അതിന് വല്ല പരിഹാരം ഉണ്ട്? അത് യെശയ്യാപ്രവചനം 22-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആനന്ദവും സന്തോഷവും അവർക്ക് വരുന്നു. കാളയെ അറക്കുക, ആടിനെ അറക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആ ഗ്രൂപ്പിൽപ്പെട്ട പുള്ളിയായി മാർത്ത. പുള്ളിക്ക് ആരാധനയ്ക്കൊക്കെ താല്പര്യമുള്ള നല്ല താല്പര്യം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ആണുങ്ങൾക്ക് മാർത്തേന്റെ കാണുമായിരിക്കും, ഇങ്ങനൊക്കെ കാണുമായിരിക്കും. ഓക്കെ. അപ്പൊ പുള്ളിയെ നമുക്ക് അടുക്കള പണി ചെയ്ത നല്ല പിന്നെ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുമോ? നല്ല ടേസ്റ്റ്. നിങ്ങളൊക്കെ പോയി കഴിക്കുമോ അവിടെ പോയി? ഓക്കെ. നിങ്ങൾ കഴിക്കാനും പോവും അപ്പൊ അവിടെ. ഓക്കെ. എന്നിട്ട് പിന്നെ പുള്ളിയുടെ കാര്യവും പറയുക. ഓക്കെ, സാരമില്ല. പുള്ളിക്ക് നമുക്ക് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം, മരുന്നുകൾ എഴുതി തരാം കേട്ടോ. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ച് തന്നാൽ. ഓക്കെ. ഓക്കെ. ഈ മരുന്ന് എല്ലാം കൂടെ ഞങ്ങൾക്ക് എല്ലാം കൂടെ ഇത് ഒരു 8-10 മരുന്നുണ്ട്. എല്ലാത്തിനും കൂടി ഒറ്റ ഗുളികയേ ഉള്ളൂ. മുഴുവൻ എല്ലാം കൂടെ പറഞ്ഞു. മുഴുവനായിട്ട് കഴിക്കണോ അതോ ഞങ്ങൾ എല്ലാവർക്കും പീസ് ആയിട്ട് കഴിക്കണം? അല്ലല്ല, അത് ഒറ്റ ഒരു സൈസ് ഗുളിക. അത് നിങ്ങൾക്ക് 3 പേർക്കും തരാം. മനസ്സിലായല്ലോ? ഒറ്റ ഗുളിക, ഒരേ പേരേ ഉള്ളതിന്. അതങ്ങ് കഴിച്ചാ മതി. ഇല്ല, അതൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ഫാസ്റ്റിംഗ്, നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കണം. നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്താലേ നിങ്ങളുടെ കുടുംബജീവന രോഗമൊക്കെ മാറത്തുള്ളൂ.
അല്ല ഡോക്ടർ, അപ്പൊ വേറൊരു കാര്യമുണ്ട്. ആ ഞങ്ങൾ സൺഡേ ഫാസ്റ്റിംഗിലാണ് സാധാരണ ചർച്ചിൽ എല്ലാവരും. ഓക്കെ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചേക്കുക. ആ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്ത് കുറച്ച് വീടുകളുണ്ട്, ആ അടുത്തടുത്താ. ആ അവര് ഈ ഞായറാഴ്ച ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ആ. ഒരു വീട്ടില് മീൻ വറക്കല്, അപ്പൊ സ്മെല്ല് വരും. ഈ സ്മെല്ല് വന്നിട്ട് ഞങ്ങൾ സ്മെല്ല് എങ്ങനെ വന്നിട്ട് ഉപവസിക്കും? നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ കഴിക്കണം ആ തോന്നുന്നു. അതൊരു അപ്പൊ വല്ലാത്ത ഞങ്ങളിപ്പോ അങ്ങ് രോഗമാണ്. ഭക്ഷണം കഴിക്കും. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് മരുന്ന് തരണം, അല്ലെങ്കിൽ അവരോട് വല്ല കഞ്ഞി വെക്കാനും പറയണം. ആ അതെന്ത് അതിപ്പോ ചെയ്യണം? അതിപ്പോ ഞാൻ പോയി എല്ലാ വീട്ടിലും നിങ്ങൾ കഞ്ഞി വെക്കാൻ പറഞ്ഞാൽ അല്ല, എന്നെ അടിക്കാൻ വരുമോ അവര്? അല്ല, അത് വേണ്ട. ഡോക്ടർ പറയണ്ട, ഞങ്ങൾക്ക് അത് മരുന്ന് വേണ്ട. തന്നാലും മതി. അത് ഈ സ്മെല്ല് വരുമ്പോഴേ ആ. നിങ്ങൾ സ്തോത്രം സ്തോത്രം എന്ന് പറയണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഈ സ്മെല്ല് ഇങ്ങോട്ട് അടുപ്പിക്കരുത്, അത് വേറെ വഴിക്കൂടെ അത്തിപ്പാളിക്ക് പോട്ടെ എന്നങ്ങ് പറയണം. ഓക്കെ, അങ്ങനെ 3-4 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോ പിന്നെ അത് വരികയില്ല. അപ്പൊ അവര് വെച്ചോട്ടെ അല്ലേ? ആ പിന്നെ നിങ്ങള് ഈ ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ച് വേണം വരാൻ. ഓ. നിങ്ങൾ ഈ സ്മെല്ലും ഇതെല്ലാം ഓർത്തോണ്ട് വരരുത്. എല്ലാവരും അത് നമ്മൾ ഓർത്താണ് ചർച്ച ഭക്ഷണം ഇരിക്കുന്നത്. വെറുതെ മറ്റുള്ള കാര്യമെല്ലാം വെറുത്തിട്ട് വേണം നിങ്ങൾ ഈ ഓ. ഫാസ്റ്റിംഗ്. അങ്ങനെ പറയാം, അങ്ങനെ എല്ലാരോടും പറയാം. ഓക്കെ. അപ്പൊ ഈ ഇതിനെല്ലാത്തിനോട് കൂടി ഒറ്റ ഗുളിക തരാം, ഒരു സൈസ് 3 പേർക്കും തരാം. ഇത് കഴിച്ചോണം കേട്ടോ. ഇത് കഴിച്ചിട്ട് വലിയ പ്രശ്നം വരികയാണ് പിന്നെ എന്റെ അടുത്ത് വരണ്ട, വേറെ ഡോക്ടർ ഉണ്ട് കേട്ടോ, അദ്ദേഹത്തിന്റെ അടുത്ത് പൊക്കോണം. മനസ്സിലായോ? വേറെ ഡോക്ടർ എന്റെ അടുത്ത് വരരുത്. ഇപ്പൊ നല്ലത് ഞങ്ങൾക്ക് തോന്നുന്നു. ഓക്കെ, വരരുത്. എനിക്കെല്ലാം അറിയാം, പക്ഷെ അത് എന്റെ അടുത്ത് ഇനി പിന്നെ വരേണ്ടി വരികയല്ലേ ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് അങ്ങ് പോണം, ഇപ്പൊ ഉടനെ തന്നെ അമേരിക്കയ്ക്ക് പോണം. അപ്പൊ എന്നെ കാണാൻ പറ്റിയല്ല, ഞാൻ വേറൊരു ഡോക്ടറെ അതിനു വേണ്ടിയിട്ട് ഇത് ചെയ്യാം, ഏർപ്പാട് ചെയ്തു കേട്ടോ. പുള്ളി എന്റെ ശിഷ്യനാ, പക്ഷെ പുള്ളി കുറച്ചുകൂടെ മിടുക്കനാ. പുള്ളി അതിന്റെ എല്ലാം പരിഹാരം തരും. ഓക്കെ. അപ്പൊ സംശയം എല്ലാം തീർന്നല്ലോ? എല്ലാം തീർന്നു. അപ്പൊ നിങ്ങളുടെ ഫീസ് ഇവിടെ വെച്ചിട്ട് പോണം. ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, ശരി എന്നാ. ഓക്കെ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് വരാമല്ലോ അല്ലേ ചർച്ചില്? സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഈ നിങ്ങളെല്ലാവരും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്യാൻ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ സർജറി ചെയ്യേണ്ടി വരും, അത് പ്രശ്നമാകും. അതുപോലെ തമ്മിൽ സംസാരിക്കരുത്. ചർച്ചിനകത്തൊക്കെ നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ വേണം പോകാൻ കേട്ടോ. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു തരിക. നിങ്ങളുടെ പാസ്റ്ററെ ഞാൻ കാണുന്നുണ്ട്, ഈ രോഗവിവരങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയും. അദ്ദേഹവും ഞങ്ങളും കൂടെ ചർച്ച ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്രമീകരിച്ചോളാം. ഓക്കെ, ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഡോക്ടർ.